നമസ്കാരം. പ്രേക്ഷകർക്കെല്ലാവർക്കും ഹാർദവുമായിട്ടുള്ള സ്വാഗതം. അങ്ങനെ കേരളത്തിൽ ഒരു ബൈ ഇലക്ഷനെല്ലാം കഴിഞ്ഞ് UDFൻ്റെ ഓഫീസുകളിലും പ്രവർത്തകരും എല്ലാം നമ്മളെ ലഡു അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഡു അപ്പം മുമ്പിനാലെ തന്നെ ഇലക്ഷൻ്റെ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിലമ്പൂർ ബൈ ഇലക്ഷനിൽ UDF മികച്ച വിജയം ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു അനലൈസ്, നമ്മളെ ഒരു വിലയിരുത്തൽ കറക്റ്റായിട്ടുള്ള ഒരു ട്രാക്കിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ പോയിട്ടുള്ളത് എന്നതിൻ്റെ സൂചനയ്ക്ക് വേണ്ടിയാണ് ഞാൻ അത് വീണ്ടും തന്നെ എടുത്തു പറയുന്നത്. അപ്പം ഇലക്ഷൻ നടന്ന അന്നേ ദിവസത്തെ എൻ്റെ വീഡിയോ പരിശോധിച്ചാൽ അത് തെളിവായിട്ട് കിടപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യവും ഇലക്ഷനിൽ UDFന് മികച്ച വിജയം കിട്ടിയതിൻ്റെ സാഹചര്യവും നമ്മുടെ ഒരു രാഷ്ട്രീയ പാന്താവിലെ ഒരു തീപ്പന്തമായിട്ട് നിൽക്കുന്ന PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടോ ഏത് വാക്കെന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പം ഈ സാഹചര്യങ്ങൾ LDF, UDF, PV അൻവർ, പിന്നെ BJP, അങ്ങനെ 4ാം സ്ഥാനത്ത് BJPയിലെ അണ്ണന്മാർ പോയിരിക്കുകയാണ്. അപ്പോൾ BJP അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയൊക്കെ കൊണ്ടുവന്ന് ഒരു പുതിയ ഒരു പരീക്ഷണമൊക്കെ നടത്തി, ഒരു ടെസ്റ്റെല്ലാം കൊണ്ടുവന്ന് ആ ടെസ്റ്റെല്ലാം ട്വിസ്റ്റായിട്ട് മാറുകയും പരീക്ഷണമെല്ലാം ഓളമായിട്ട് തീരുകയും ചെയ്തു എന്നുള്ളതാണ്. ഓളം എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പം കെട്ടിവെച്ച കാശ് കിട്ടാത്ത വിധത്തിലേക്ക് 4ാം സ്ഥാനം എന്നുള്ള അവകാശവാദത്തിലേക്ക് കേരള സമൂഹത്തിൽ BJP പിന്നോക്കം പോയി എന്നുള്ളതാണ്. അപ്പോൾ PV അൻവറിന് കിട്ടിയതിൻ്റെ പകുതിക്ക് താഴെയുള്ള വോട്ട് മാത്രമാണ് BJP എന്ന് പറയുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിന്, പാർട്ടിക്ക് നിലമ്പൂർ ഇലക്ഷനിൽ നേടാൻ കഴിഞ്ഞതെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള രസകരമായിട്ടുള്ള നമ്മളെ തമ്പാനൂരിൽ നിന്ന് തുടങ്ങി മലപ്പുറത്ത് പോയി നിലമ്പൂരിൽ പോയി വയനാട് ചുരം വഴി നമുക്ക് നിലമ്പൂരിലെ തേക്കൻ കാടുകളുടെ ഉരുക്കിൻ്റെ ശക്തിയെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ വീഡിയോ വീണ്ടും നമ്മുടെ തലസ്ഥാന നഗരിയിൽ ശശി തരൂരിൻ്റെ പുതിയ ഓളങ്ങളിൽ വന്ന് അവസാനിക്കുന്നതായിരിക്കും. നമുക്കൊരു ചെറിയ യാത്ര പോയിട്ട് വരാം. ബൈ ഇലക്ഷനും കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ, അവസാനം അങ്ങ് പാർലമെൻറ്റിൽ വിദേശകാര്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ശശി അണ്ണൻ അങ്ങ് വിദേശത്തൊക്കെ പോയി ഊഞ്ചലാട്ടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കോമിക്കെന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട്, നല്ല താങ്ങലുകൾ, നല്ല ഡയലോഗുകൾ, നല്ല പഞ്ചുള്ള ഉശിരുള്ള നല്ല ചൂട് പരിപ്പുടയും കട്ടൻ ചായയും തേയിലയൊക്കെ കുടിച്ച് അങ്ങനെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ ഒരു ഡിസ്കഷനിലേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹാർദവുമായിട്ടുള്ള സ്വാഗതം. അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. പ്രസൻറ്റ് കേരള സർക്കംസ്റ്റാൻസ് ആൻഡ് പ്രസൻറ്റ് പൊളിറ്റിക്സ് ഓഫ് കേരള, ഈവൻ ഇൻക്ലൂഡിങ് നമ്മളെ ശശി അണ്ണൻ കേരളത്തിൻ്റെ ആളായതുകൊണ്ട് വിദേശത്ത് പര്യടനത്തിലായിരിക്കുന്ന ശശി അണ്ണൻ്റെ ചില വിശേഷങ്ങളും സൂചനകളും ഒക്കെ നൽകിക്കൊണ്ട് നമുക്കൊരു യാത്രയൊക്കെ പോയിട്ട് അങ്ങനെ പതുക്കെ വരാം. അപ്പോൾ നിലമ്പൂരിലെ ഇലക്ഷൻ നിലവിലുള്ള സർക്കാരിന് നൽകുന്ന ഒരു ചൂണ്ടുവിരൽ താക്കീതാണ്. എന്തുകൊണ്ടെന്ന് ഞാൻ 1-2 കാര്യങ്ങൾ വിശദീകരിക്കാം. ക്ഷേമ പെൻഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മുടെ നിലമ്പൂർ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ആ പെൻഷൻ എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ കോൺഗ്രസ് കൈക്കൂലിയാണെന്ന് പറഞ്ഞു കളഞ്ഞു, കോപ്പാണെന്ന് പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതൊരു കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ്. എന്തെന്നറിയാമോ? ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ, ജനങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി കൊണ്ടുതന്ന് പെൻഷൻ കൊടുക്കുക, അതുവരെ മിണ്ടാട്ടമില്ലാതിരിക്കുക, കൊടുക്കാതിരിക്കുക, അർഹതപ്പെട്ടവന് അർഹതപ്പെട്ട സാധനം അർഹതപ്പെട്ട സമയത്തിന് കൊടുക്കുക. അത് കൊടുക്കാതിരിക്കുന്നത് ഒരുതരം കൈക്കൂലി തന്നെയാണ്. അപ്പോൾ ഇലക്ഷൻ്റെ തലേ ദിവസം കൊണ്ടുവന്ന് പൈസ വീട്ടിൽ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വോട്ട് തരണമെന്നുള്ള
ഒരു 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 ചോദ്യം ചോദിക്കൽ പോലെയാണ് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു കൈക്കൂലി കൊടുക്കുന്നത് പോലെ അവരെ വോട്ട് വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി കൊടുക്കുന്ന പണമാണെന്ന് പറഞ്ഞാൽ അതിന് തെറ്റാണെന്ന് പൊതുസമൂഹത്തിന് പറയാൻ കഴിയില്ല. അത് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ഒരു നേരിൻ്റെ മാർഗത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. എന്താ, നാളെ ഇലക്ഷനാണ്, ഇന്ന് അല്ലെങ്കിൽ മറ്റന്നാൾ 2 ദിവസത്തിന് മുമ്പൊക്കെ കൊണ്ടുവന്ന് പൈസ തരിക, അതുവരെ മിണ്ടാതിരുന്ന് ഉറങ്ങുക. അപ്പം ഈ പൈസ തരേണ്ട സമയത്ത് തരേണ്ട വിധത്തിൽ തരേണ്ട കാലയളവിൽ തരാതെ ഇലക്ഷനെ ബേസ് ചെയ്ത് കൊണ്ടുവന്ന് തരുമ്പോൾ, ഇലക്ഷനെ മുൻകൂട്ടി കണ്ട് കൊണ്ടുവന്ന് തരുമ്പോൾ, ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് കൊണ്ടുവന്ന് തരുമ്പോൾ അതൊരു ലഞ്ചം കൊടുക്കുന്നതിന് തുല്യം തന്നെ. കൈക്കൂലി എന്ന വാക്ക് ഞാൻ മാറ്റിയിട്ട് ലഞ്ചം എന്ന് പറയാം. അപ്പം കുറച്ചുകൂടി നമ്മളെ അണ്ണന്മാർക്ക്, നേതാക്കന്മാർക്ക്, നമ്മളെ സഖാക്കന്മാർക്ക്, നമ്മുടെ ന്യായീകരണ തൊഴിലാളികൾക്കെല്ലാം കുറച്ച് മനസ്സിലൊരു കുളിര് കിട്ടും, ഒരു ആശ്വാസം കിട്ടും. ലഞ്ചം കൊടുക്കും പോലെ തന്നെ. ഇംഗ്ലീഷിൽ അതിനെ ബ്രൈബ് എന്നും പറയും. അപ്പോൾ അതൊരു തെറ്റായ സമീപനമാണ്. പാവപ്പെട്ടവൻ്റെ പെൻഷൻ അവൻ അതാത് മാസങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തർക്കത്തിൻ്റെ ആവശ്യം തന്നെ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് ഇലക്ഷനൊക്കെ നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് കൊണ്ടുവന്ന് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തുക. അപ്പോൾ കേന്ദ്രത്തിൽ ഇരിക്കുന്ന അണ്ണനും അത് തന്നെയാണ് ചെയ്യുന്നത്. എവിടെ ഇലക്ഷൻ നടക്കുമോ അവിടെ എല്ലാം അണ്ണൻ പറന്ന് കിടക്കും. ആര്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ. എവിടെ ഇലക്ഷൻ നടക്കണോ അവിടെ എല്ലാം അണ്ണൻ പറന്ന് കിടക്കും. വാരിക്കോരി ബിടായി ഇങ്ങനെ വിളമ്പും. ഉടായിപ്പ് ബിടായികൾ ഇങ്ങനെ വിളമ്പിയിട്ട് അവസാനം ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അണ്ണനെയും കാണത്തില്ല, അണ്ണൻ്റെ ബിടായിയും കാണത്തില്ല. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പടം മാത്രം അവിടെ എവിടെയായിരിക്കും. പെട്രോൾ പമ്പിലും കക്കൂസിലും മൂത്രപ്പുരയിലും എല്ലാം ഇങ്ങനെ പടങ്ങളിങ്ങനെ നിറച്ച് വെച്ചിരിക്കും. ഫോട്ടോഷൂട്ടിൻ്റെ ഒരു അണ്ണനായിട്ട് കേന്ദ്രത്തിലെ അണ്ണൻ ഇങ്ങനെ വിലസി നടക്കും. ഇലക്ഷൻ എവിടെ നടക്കണോ അവിടെ എല്ലാം അണ്ണൻ പറന്നിറങ്ങും. കുറേ വിളംബരങ്ങൾ. എന്തൊരു മൈരനാടോ നീയൊക്കെ ഇത് തിരിച്ചറിയാൻ ഇത്രയും കാലമായിട്ട് കഴിയാതെ പോകുന്നത്. പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ കഴിയാത്തവനെ, പറഞ്ഞ പ്രവൃത്തിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവനെ, ഇന്ത്യയിലെ രാഷ്ട്രീയത്തെയും നേതാക്കന്മാരെയും വിലക്കെടുത്ത് പണം കൊടുത്ത് അട്ടിമറിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നവന്മാരെ തിരിച്ചറിയാൻ നിനക്കൊക്കെ എന്നാടോ ഇനി കഴിവുണ്ടാകുന്നത്? എന്നാ തിരിച്ചറിവുണ്ടാകുന്നത്? അപ്പോൾ അത് അങ്ങനെ ഒരു സൈഡിൽ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളെ കേന്ദ്രത്തിലെ അണ്ണനെക്കുറിച്ച് നല്ല 2 വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം അണ്ണ ഇങ്ങനെ ഒലത്തി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇലക്ഷൻ വരുമ്പം പോയി ഒലത്തി ഇങ്ങനെ ഉരുട്ടി അങ്ങ് കൊടുക്കുകയാണ്. നമ്മളെ പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരത്ത് വന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ അണ്ണൻ കുറേ വിളംബരമൊക്കെ ചെയ്തിട്ട് പോയത് ഇങ്ങനെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഫീലിംഗ് കൊണ്ട് അങ്ങ് കയറി പറഞ്ഞു പോയതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് യഥാർത്ഥത്തിൽ നമ്മുടെ വീഡിയോ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. അപ്പോൾ കേന്ദ്രത്തിലെ ആ സംവിധാനത്തെക്കുറിച്ച്, ആ ബിടായി നേതാക്കന്മാരെക്കുറിച്ച്, ഇലക്ഷന് മാത്രം വന്ന് പ്രത്യക്ഷപ്പെടുന്ന ആ ആൾ രൂപങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു സൂചന, ഇങ്ങനെ ഒരു ഹിൻഡിട്ട് പോകാനേ പറ്റുള്ളൂ. നമുക്ക് സമയത്തിൻ്റെയൊക്കെ പരിമിതികൾ വളരെയധികം ഉള്ളതുകൊണ്ട്, സമയം വളരെ വിലപ്പെട്ടതായതുകൊണ്ട് ഒരുപാട് പറയാൻ പറ്റാതെ വരെയാണ്. അപ്പം നമ്മളെ നിലമ്പൂരിലേക്ക് തന്നെ പോവാം. അപ്പം നമ്മുടെ ഇലക്ഷൻ സമയത്ത് ക്ഷേമ പെൻഷനുകളെക്കുറിച്ചുള്ള വലിയൊരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു. കൈക്കൂലി ആണെന്നും അല്ലെന്നും അത് എങ്ങനെയാണ് കൊടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ആൻസർ ഞാൻ നിങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സബ്ജക്റ്റ്, നമ്മുടെ അൻവർ എന്ന് പറയുന്ന കിടു, ആ കിടു വളരെ വ്യക്തമായിട്ട് ചില കാഴ്ചപ്പാടുകൾ ഏവൻ്റെ മുമ്പിലും തുറന്നു പറയുന്നു, അല്ലെങ്കിൽ തുറന്നു പറയാൻ മടിക്കാത്തവനാണ് എന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ്. അവനെ ഈ UDF-കാരനോ LDF-കാരനോ അല്ലെങ്കിൽ ഇനി അവൻ നാളെ BJP-യിൽ പോകുമോ എന്നൊന്നും അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ചില കാര്യങ്ങൾ മുഖത്ത് നോക്കി ശങ്കക്കിടയില്ലാതെ വെട്ടിത്തുറന്ന് പറയാനുള്ള അവൻ്റെ ഒരു കേപ്പബിലിറ്റി, അതിനെ നമ്മൾ പോസിറ്റീവായി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. സത്യങ്ങൾ നീതിക്ക് വേണ്ടി വിളിച്ചു പറയാൻ കഴിയുമെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റിയാണ്. പക്ഷേ അവൻ്റെ ഉള്ളിലിരിപ്പ്
അവൻ മുമ്പ് കാലങ്ങളിൽ ചെയ്ത അവൻ്റെ ചരിത്രങ്ങൾ എത്രത്തോളം അതിൽ സത്യസന്ധത ഉണ്ട് എന്ന് കാലം തെളിയിക്കേണ്ടതായിട്ടുണ്ട്, വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അവൻ ഇനി UDF വന്നാലും LDF വന്നാലും അതൊന്നും നമുക്കൊരു സബ്ജക്റ്റേ അല്ല. പക്ഷേ PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ കേരള സമൂഹം വിലയിരുത്തുന്നുണ്ട്. അവൻ്റെ പൂർവ്വകാല ചരിത്രം കേരള സമൂഹം വിലയിരുത്തുന്നുണ്ട്. അവൻ്റെ മുൻ ഹിസ്റ്ററിയും അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവൻ ജനിച്ച് വളർന്ന നാട് ഉൾപ്പെടെ അവൻ പിച്ച വെച്ച് നടന്നത് തൊട്ട് ഇന്ന് MLA ആയി, ഇന്ന് ബൈ ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റ് പരാജിതനായി നിൽക്കുന്ന ഈ സമയം വരെയുള്ള അവൻ്റെ പ്രവർത്തന മണ്ഡലം ജനങ്ങളുടെ മുമ്പിൽ ഒരു തുറന്ന അധ്യായമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തുറന്ന അധ്യായമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം വിലയിരുത്തി അവൻ്റെ മനസ്സ് ജനങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ മനസ്സ് വായിച്ചെടുക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ കാപട്യവും രാഷ്ട്രീയ നിഗൂഢതകളും ഉണ്ട് എങ്കിൽ അത് വിലയിരുത്താൻ കേരള സമൂഹത്തിന് കഴിയും, വിലയിരുത്തപ്പെടേണ്ടതാണ്. അവനിനി UDF വന്നാലും LDF നിന്നാലും സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഏതൊരു നേതാവിനെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. എപ്പോഴും വോട്ടർമാരങ്ങനെയാണ്, വോട്ടർമാരുടെ മൈൻഡ് അതാണ്. ആരാണ് വോട്ടർമാർക്കൊപ്പം അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനകീയമായിട്ട് നിൽക്കുന്നത് അവരെ എന്നും ജനങ്ങൾ അംഗീകരിച്ചിട്ടേ ഉള്ളൂ, ബഹുമാനിച്ചിട്ടേ ഉള്ളൂ, വിജയിപ്പിച്ചിട്ടേ ഉള്ളൂ. അത് തന്നെയാണ് PV അൻവറിന് ബിനു ലീഗൽ സർവീസിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്. നല്ല കാര്യങ്ങൾ ചെയ്ത് നീ മുന്നോട്ട് പോയാൽ നിനക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നന്മ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. നീ മറിച്ച് പണ്ടിനാലോ മുമ്പിനാലോ ഇമ്പിനാലോ ഇനിയായിരുന്നാലും കാപട്യമാണ് നിൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ അതിനെ ജനങ്ങൾ കണ്ടെത്തും. നിനക്കുള്ള മറുപടിയും മരുന്നും ജനങ്ങൾ വച്ചിട്ടുണ്ട്, തരും, സമയമാകുമ്പോൾ തരുമെന്നുള്ളതാണ്. അപ്പം PV അൻവറിൻ്റെ വിഷയത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം നല്ല മാർഗത്തിലൂടെ നന്നായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ജനങ്ങളും എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പം ഇനി നമ്മുടെ പ്രസൻറ്റ് സർക്കാരിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. കേരളത്തിൽ ക്ഷേമ പെൻഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇലക്ഷനിൽ വന്ന ഡിസ്കഷൻ അല്ലെങ്കിൽ അരി കൊടുത്ത് കിറ്റ് കൊടുത്ത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് സൂചന. പ്രളയം വന്ന് മറ്റ് പ്രളയക്കെടുതികളും ദുരന്തങ്ങളും വയനാട് പോലുള്ള മേഖലകളിൽ നടന്നിട്ടുള്ള ദുരന്തങ്ങളുമെല്ലാം പിണറായി വിജയൻ്റെ പോക്കറ്റ് നിറച്ച, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖജനാവ് നിറഞ്ഞൊഴുകിയ സമയങ്ങളായിരുന്നു ഈ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയൻ എന്നെല്ലാം അധികാരത്തിൽ വരുമോ അന്നെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, അന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ഖജനാവ് നിറഞ്ഞൊഴുകുന്ന വിധത്തിൽ ജനങ്ങൾ ഡൊണേഷൻ കൊണ്ട് നിറയ്ക്കുന്നു. ആട് വിറ്റ്, കമ്മൽ വിറ്റ്, പെൻഷൻ വെച്ചിരുന്ന പൈസ എടുത്ത്, ആശുപത്രിയിൽ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന പൈസ എടുത്തെല്ലാം ആൾക്കാർ തലങ്ങും വിലങ്ങും നോക്കാതെ ഡൊണേഷനായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ ജനങ്ങൾ പൈസ കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ അതിൻ്റെ റിസൾട്ട് അത് എങ്ങനെയെല്ലാം ഏതെല്ലാം അവസരങ്ങളിൽ ആർക്കെല്ലാം എത്ര തീവ്രമായിട്ടാണോ ജനങ്ങൾ അതിനെ സ്നേഹിച്ച് ആ ഫണ്ടിലേക്ക് പൈസ കൊണ്ടു കൊടുത്തത്, അത്ര മേൽ ജനങ്ങളെ സ്നേഹിച്ച് അത്ര തീവ്രമായിട്ട് ആ പൈസ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ജനങ്ങൾ വളരെ സ്നേഹിച്ച് സ്നേഹത്തോടെ സംഭാവനയായിട്ട് വളരെ തീവ്രതയോടുകൂടെ വളരെ തിടുക്കത്തിലും വളരെ സീരിയസ് ആയിട്ടും ആണ് ആ ഡൊണേഷനെല്ലാം ജനങ്ങൾ, പാവപ്പെട്ടവർ ഹോസ്പിറ്റലിൽ സിസേറിയൻ നടത്താൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്ത് അതിനു വേണ്ടി കരുതി വച്ചിരുന്ന പണം വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ജനങ്ങൾ ആ സംഭാവനയെ ആ കാലയളവിൽ കൈത്താങ്ങായിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. അതാണ് അതിന് സൂട്ടബിളായിട്ടുള്ള വാക്ക്, നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട്
ഐക്യത്തോടുകൂടെ ഡൊണേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി എന്നുള്ളതാണ്. പക്ഷേ തിരിച്ച് ആ പണം ജനങ്ങളിലേക്ക് അർഹതപ്പെട്ടവൻ എത്തുന്നതിന് ആ നെഞ്ചോട് ചേർത്ത് വെച്ച ആ സ്നേഹത്തിൻ്റെ പരിലാളനമോ ആ ഒരു നേർമയോ സത്യസന്ധതയോ കണക്കുകളിൽ വ്യക്തതയോ ഒന്നുമില്ല. അത് എങ്ങോട്ട് പോയി, എപ്പോൾ പോയി, ഏത് വാക്ക് പോയെന്ന് പോലും ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല, വ്യക്തമല്ല, ആരെടുത്തും വ്യക്തമാക്കിയിട്ടുമില്ല. അവിടെയാണ് ദുരൂഹതകളുടെ അല്ലെങ്കിൽ ആ നെഞ്ചോട് ചേർത്ത് വെച്ച സീരിയസ്നെസ്സിൻ്റെ കുറവ് തിരിച്ച് ഇങ്ങോട്ട് ജനങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളത് വളരെ ദുഃഖകരവും സങ്കടകരവുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മദ്യനയം. ഇനി സ്കൂളിലും കോളേജിലും പള്ളിയിലും പള്ളിക്കൂടത്തും മാത്രമേ അദ്ദേഹം മദ്യം വിളമ്പാൻ അനുവാദം കൊടുക്കാനുള്ളൂ. ബാക്കി സർവത്ര മേഖലകളിലും പള്ളിയിലും പള്ളിക്കൂടത്തും അവിടെയും പറ്റുമെങ്കിൽ ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ ഒരു ഹബ്ബ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞ് അവിടെയും അദ്ദേഹം മദ്യം വിളമ്പാനുള്ള ലൈസൻസ് വേണ്ടപ്പെട്ടവർക്ക് നൽകും. അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും എല്ലാം പാർട്ടി തഴച്ച് വളരുന്നതിന്. ഇന്ന് പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം കോടീശ്വരന്മാരാണ്. 10, 15, 20 വർഷമൊക്കെ അധികാരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്നെല്ലാം ഏതെല്ലാം മാർഗത്തിൽ ഏതെല്ലാം രീതിയിലെല്ലാം പണം വന്ന് കയറുമെന്ന് ഇതുമായിട്ട് ഒരു ശകലമെങ്കിലും തലയ്ക്കകത്ത് ആൾ താമസമുള്ള ഏതൊരു പൗരനും വളരെ വ്യക്തമായിട്ട് അറിയാം. അധികാരം കൈയാളുന്നവന് പണം വരാൻ എത്ര സമയം വേണം എന്നുള്ള ചോദ്യം, അധികാരം കൈയാളുന്നവന് അല്ലെങ്കിൽ കയ്യിലിരിക്കുന്നവന് പണം വരാൻ എത്ര സമയം വേണം? വളരെ കുറച്ച് സമയം മതി. ചില ടെസ്റ്റുകൾ വരുന്ന സമയത്ത് തന്നെ കണക്കിലധികം പണം, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള പണം വന്നു ചേരുമെന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ നേതാക്കന്മാരെല്ലാം വലിയ വലിയ കോടീശ്വരന്മാരായിട്ട് അക്കൗണ്ടുകളെല്ലാം നിറഞ്ഞ് അവരെ ഖജനാവുകളെല്ലാം നിറഞ്ഞൊഴുകുന്ന സമയമാണിത്. കാരണം ഭരണത്തിൻ്റെ 2ാം ടേംസും പൂർത്തിയാകാൻ ഇനി വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നല്ല ആദായം കിട്ടി, ഈൽഡെല്ലാം അനുഭവിച്ച്, ഈൽഡെല്ലാം കറന്നെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. കറന്നെടുത്ത് ചാക്കുകളെല്ലാം ഖജനാവെല്ലാം നിറഞ്ഞൊഴുകുന്ന സമയമാണ്. അണ്ണന്മാരുടെ അക്കൗണ്ടുകളെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. അണ്ണന്മാരുടെ അക്കൗണ്ട് മാത്രമല്ല, ഈ ഭരണത്തിലിരിക്കുന്ന നേതാക്കന്മാരുടെ അക്കൗണ്ടുകൾ മാത്രമല്ല, അവൻ്റെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളും ഭാര്യമാരുടെയും അച്ചിമാരുടെയും അക്കൗണ്ടുകളും എല്ലാം സമർത്ഥമായിട്ട് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കേരളത്തിൽ നെല്ലരി കഴിക്കുന്ന ഏതൊരു മനുഷ്യനും വിലയിരുത്താൻ കഴിയും. തലയ്ക്കകത്ത് ആൾ താമസം ഉള്ളവന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അതിൽ സത്യവുമാണ് താനും. അത് LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ഇനി BJP ആയിരുന്നാലും അധികാരമുള്ളവൻ്റെ കയ്യിൽ പണം വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട എന്നുള്ളതാണ്. അപ്പം അത് 2ാമത്തെ കാര്യം. അവൻ്റെ ഖജനാവിലേക്ക് വന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വന്ന പണത്തിനെക്കുറിച്ചും അത് തിരിച്ച് ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിയതിനെക്കുറിച്ചും ഞാൻ വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് സൂചനകൾ നൽകി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ മദ്യനയത്തെക്കുറിച്ചും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. ഇനി പള്ളിയും പള്ളിക്കൂടത്തും മാത്രമേ വിളമ്പാനുള്ളൂ. ബാക്കി സർവ്വ മേഖലയിലും ഞങ്ങൾ മദ്യവിരുദ്ധമാണ്, കോപ്പാണ്, തേപ്പാണ്, ഉപ്പാണെന്നൊക്കെ പറയും. പക്ഷെ ചെയ്യുന്നത് പോക്കറ്റിലെ കനം കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അവന് ലൈസൻസ് കൊടുക്കും, ഏത് മേഖലയിലും ലൈസൻസ് കൊടുക്കും. ഇനി ബാറിൻ്റെ ബാക്കിലാണ് ഒരു വിളമ്പാനുള്ള ശാല, അതും അവിടെ ഒരു ടൂറിസത്തിൻ്റെ ബോർഡ് വെച്ച് അവിടെയും വിളമ്പാൻ അദ്ദേഹം ലൈസൻസ് കൊടുക്കും. ഏറ്റവും അവസാനമായിട്ട് IT പാർക്കുകളിലും IT ബിൽഡിങ്ങുകളിലും തൊഴിൽ സ്ഥലത്തും എല്ലാം വിളമ്പാനുള്ള ലൈസൻസ് സർക്കാർ കൊടുത്തു കഴിഞ്ഞു. പിന്നെ മാത്രമല്ല, വ്യക്തികൾക്ക് ഓരോ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞിട്ടും 1 ദിവസമോ 2 ദിവസമൊക്കെ ആവശ്യം പോലെ മദ്യം കൈവശം വയ്ക്കാനുള്ള ലൈസൻസും സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിനായിരുന്നാലും പിന്നെ മറ്റ് ഫംഗ്ഷനുകളിലായിരുന്നാലും സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്ത ആവശ്യമുള്ള സാധനം എടുത്തുകൊണ്ട് പോവാം, വിളമ്പാം, കഴിക്കാം, വിൽക്കാം, എല്ലാം ചെയ്യാം, കൈമാറ്റം ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സർക്കാർ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച ഒരു മേഖലയാണ്. ആ മേഖലയിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് അതിൻ്റെ വിളവെടുപ്പ് നടത്തിയ സർക്കാരാണ് LDF സർക്കാർ. മദ്യമേഖലയിൽ വളരെയധികം വിളവെടുപ്പ് നടത്തി, അതിൻ്റെ ഈൽഡെല്ലാം വളരെയധികം കൃത്യസമയത്ത് വിളവെടുപ്പൊക്കെ നടത്തി നല്ല ആദായം കിട്ടിയ സർക്കാരാണ് നമ്മുടെ LDF സർക്കാർ. 2ാം പിണറായി സർക്കാരും 1ാം പിണറായി സർക്കാരും എല്ലാം
ആ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നടത്തി ഈൽഡെടുത്ത സർക്കാരാണ്. നേട്ടങ്ങളുണ്ടാക്കിയ സർക്കാരാണ്. കാര്യങ്ങൾ ചെയ്തു കൊടുത്ത സർക്കാരാണ്. അതിൻ്റെ നേട്ടങ്ങൾ കാലാകാലങ്ങളായിട്ട് അനുഭവിക്കാൻ വിധിക്കപ്പെട്ട സർക്കാരാണ് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ എന്നുള്ളതാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിന് കിട്ടിയ നേട്ടമാണ് നമ്മുടെ ദുരന്തങ്ങൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഖജനാവെല്ലാം നിറഞ്ഞൊഴുകുന്ന രീതിയിലേക്കുള്ള അനുഗ്രഹം കിട്ടിയ സർക്കാരാണ്. മൂന്നാമത് അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ഈ ദുരന്തങ്ങളെല്ലാം നടന്ന് ഖജനാവിലേക്ക് വന്ന തുക വിനിയോഗിക്കുന്നത് സാധാരണക്കാരന് എത്രത്തോളം ഉപയോഗം കിട്ടി എന്ന് കേട്ടുകഴിഞ്ഞാൽ വളരെ താഴ്ന്ന റാങ്കിലുള്ള അല്ലെങ്കിൽ വളരെ താഴ്ന്ന രീതിയിലുള്ള റാങ്കായിരിക്കും ഈ സർക്കാരിന് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ കിറ്റ് കൊടുത്തതും ക്ഷേമ പെൻഷനുകൾ കൊടുത്തതും ദുരന്ത സമയത്ത് മുതലാക്കിക്കൊണ്ട് അദ്ദേഹം രണ്ടാമതും സർക്കാരായിട്ട് അധികാരത്തിൽ വന്നു. ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരല്പം കഴിഞ്ഞ് ഇപ്പോൾ വരാം. 5 മിനിറ്റ്. അപ്പോൾ താഴെ ഒന്ന് ഇറങ്ങിയിട്ടേ ഇപ്പോൾ വന്നാൽ മതി. താഴെ ഇറങ്ങിയിട്ട് ഇപ്പോൾ വന്നാൽ മതി, ഞാൻ വിളിക്കാം. വീഡിയോയിൽ തടസ്സം നേരിട്ട് ഖേദിക്കുന്നു. വീണ്ടും കാണാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ പുതിയ ആശയങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. കാണാം.